നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ള കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടോസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് വരിക എന്നുള്ളത്. കാരണം കഴിഞ്ഞ 20 മത്സരങ്ങളായിട്ട് നമുക്ക് ടോസ് അനുകൂലമായിട്ട് ലഭിക്കുന്നില്ല. ഈ ഒരു മത്സരത്തിൽ എങ്ങനെയെങ്കിലും ടോസ് കിട്ടുക എന്ന് പറയുന്നത് ഈ മാച്ചിൻ്റെ ഒരു റിസൾട്ടിനെ പോലും ബാധിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് മാറിയേക്കാം എന്ന് സംസാരിച്ചിരുന്നു. എന്താണെങ്കിലും ഇന്നൊരു ഡിഫറൻറ്റ് തന്ത്രം ടോസിൽ കൂടി പരീക്ഷിക്കുന്നു. ഇപ്പം കെ എൽ രാഹുൽ സാധാരണഗതിയിൽ തൻ്റെ റൈറ്റ് ഹാൻഡ് കൊണ്ട് ടോസ് ചെയ്യുന്നതിന് സ്ഥാനത്ത് ഇത്തവണ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടൊന്ന് ടോസ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തി. പക്ഷേ അത് വിജയിച്ചു എന്നുള്ളതാണ്. ടോസ് കിട്ടി ഇന്ത്യ ബോൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അവിടെ തന്നെ ആദ്യം കുറച്ച് കാര്യങ്ങൾ ഫേവറബിളായിട്ട് വന്നു. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴേക്കും ഇപ്പം സൗത്ത് ആഫ്രിക്ക 270 റൺസ് എന്ന് പറയുന്ന ഒരു ഭേദപ്പെട്ട സ്കോറാണ് എടുത്തത്. ഇന്ത്യ വളരെ ഡോമിനൻ്റ് ആയിട്ട് കളിച്ചിട്ട് അത് ഏതാണ്ട് 10 ഓവറിൽ കൂടുതൽ ബാക്കി നിൽക്കുന്ന സിറ്റുവേഷനിൽ ഒരു വിജയം സ്വന്തമാക്കി എടുത്തു എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ സാധാരണ ബാറ്റ് കൊണ്ട് ഒരു പെർഫോമൻസിൽ എപ്പോഴും മികച്ച് നിൽക്കുമെങ്കിൽ ഇത്തവണ ഒരു ബോളിംഗ് കൊണ്ടും ഒരു മികവ് കാട്ടാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ മത്സരത്തിലെ പോരായ്മകൾ, ഫീൽഡിംഗ് പോരായ്മകളൊക്കെ പരിഹരിക്കാൻ സാധിച്ചു. പിന്നെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഒരു ചേഞ്ചസ് എന്ന നിലയിൽ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം അവിടെ വാഷിങ്ടൺ സുന്ദറിന് പകരം ഒരു ഫിനിഷർ, ഇപ്പം അതിൽ ചിലപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡിക്കൊരു സാധ്യത എന്നുള്ളതാണ്. പക്ഷേ അവിടെ തിലക് വർമ്മയാണ് ഉൾപ്പെടുത്താനായിട്ട് തീരുമാനിക്കുന്നത്. പക്ഷേ തിലക് വർമ്മയ്ക്ക് ബാറ്റ് ചെയ്യാനൊന്നും സാധിച്ചില്ല. പക്ഷേ അദ്ദേഹം 3 ഓവറുകൾ പന്തെറിഞ്ഞിരുന്നു. പക്ഷേ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് അടി മേടിക്കുകയും ചെയ്തു. 3 ഓവറിൽ 29 റൺസാണ് തിലക് വർമ്മ വഴങ്ങിയത്. ബോളേഴ്സിൽ ഏറ്റവും കൂടുതൽ എക്കോണമി റേറ്റ് അദ്ദേഹത്തിനായിരുന്നു എന്ന് പറയുന്ന കാര്യമാണുള്ളത്. എന്താണെങ്കിലും നമുക്കിനി സൗത്ത് ആഫ്രിക്കയുടെ കാര്യത്തിലേക്ക് വരുന്നൊരു സമയത്ത് ഫസ്റ്റ് ഓവറിൽ തന്നെ സൗത്ത് ആഫ്രിക്കയുടെ വിക്കറ്റ് നഷ്ടമാകുന്നൊരു സാഹചര്യമാണ്. ഇപ്പം റിക്കൽട്ടൺ ഒരു റണ്ണ് പോലും എടുക്കാതാണ് ആർഷദീപിൻ്റെ ആദ്യത്തെ ഓവറിൽ തന്നെ നഷ്ടമായി. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സ്റ്റാർട്ട് കിട്ടിയെന്ന് പറയുന്നതിൻ്റെ ഒരു സൂചനയാണ്. പക്ഷേ അവിടെ ബാവുമ വന്നു. ബാവുമയും ഡിക്കോക്കും കൂടി അത്യാവശ്യം നല്ലൊരു പാർട്ട്ണർഷിപ്പ് അവിടെ ബിൽഡ് ചെയ്തെടുത്തു എന്നുള്ളതാണ്. അത് ഏതാണ്ട് 113 റൺസിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പാണ്. അതായത് ആദ്യത്തെ ഓവറിൽ തന്നെ ഒരു വിക്കറ്റ് പോയി, 1 റൺസ് എടുത്ത് നിൽക്കുമ്പോഴാണ് ആ വിക്കറ്റ് പോയെന്നെടുത്തതെന്ന്. പിന്നെ അടുത്ത വിക്കറ്റ് പോകുന്നത് 21ാമത്തെ ഓവറിലാണ്. രവീന്ദ്ര ജഡേജയാണ് ബാവുമയുടെ വിക്കറ്റ് എടുക്കുന്നത്. അതുവരെ നല്ല രീതിയിൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോയി. അങ്ങനെയാണ് എഗെയിൻ ബാവുമ ഒരു ഇംപ്രസീവ് പെർഫോമൻസ് നടത്തി. 67 പന്തിൽ 48 റൺസാണ് അദ്ദേഹം അടിച്ചത്. ഈ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്തിയത് അറിയാം ഡീകോക്ക് തന്നെയാണ്. ഡീകോക്ക് ആണെങ്കിൽ 89 പന്തിൽ 106 റൺസ് എടുക്കാൻ സാധിച്ചു. മാത്രമല്ല ഹർഷിത് റാണയുടെ ആദ്യത്തെ ഓവേഴ്സിൽ എനിക്ക് തോന്നുന്നു 2 എഡ്ജാണ് പോയത്. പക്ഷേ അത് 2 ബൗണ്ടറി ആയിപ്പോയി. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതാണ്. അതിനുശേഷമാണ് അദ്ദേഹം 106 റൺസ് എന്ന് പറയുന്നൊരു ലെവലിലേക്ക് എത്തിയത്. അതിനുശേഷം എന്നുള്ള ബ്രസ്കിയായിട്ടാണെങ്കിലും അത്യാവശ്യം ഭേദപ്പെട്ട തരത്തിലുള്ളൊരു പാർട്ട്ണർഷിപ്പ്, അതായത് 44 പന്തിൽ 54 റൺസിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് നേടിയെടുക്കാനായിട്ട് സാധിച്ചിരുന്നു. അവിടെയാണ് കഴിഞ്ഞ മത്സരത്തിൽ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ള പ്രസീദ് കൃഷ്ണയുടെ ഒരു എൻട്രി. പ്രസീദ് കൃഷ്ണ നമുക്കറിയാം കഴിഞ്ഞ മാച്ചിൽ നമ്മൾ ആ കാര്യം സംസാരിക്കുകയും ചെയ്തതാണ്. ഇവിടെ ഒരു ചേഞ്ച് വരുമെന്നുള്ള കാര്യം എന്താണെങ്കിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം അവിടെ ചേഞ്ച് വരുത്താൻ ഒരാളില്ല എന്ന് പറയുന്നൊരു ഫാക്ടറുണ്ട്. പ്രസീദ് കൃഷ്ണ ആദ്യത്തെ സ്പെല്ല് 2 ഓവർ കഴിഞ്ഞിട്ട് 27 റൺസും വിട്ടുകൊടുത്തു. ഈ ഒരു മത്സരവും ഒരു പരാജയമായി പോകുമോ എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലാണ് അദ്ദേഹം വന്നിട്ട് ബ്രെഡ്സ്കിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിക്കറ്റ് നേടിയെടുക്കുന്നത്. അതിനുശേഷം അതേ ഓവറിൽ തന്നെ മാർക്രം, കഴിഞ്ഞ മാച്ചിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയിട്ടുള്ള മാർക്കത്തിൻ്റെ ഒരു വിക്കറ്റും നേടി. അതിനുശേഷം ഡിക്കോക്കിൻ്റെ വിക്കറ്റും, അങ്ങനെ സുപ്രധാനമായിട്ടുള്ള 3 വിക്കറ്റുകളാണ് പ്രസീദ് കൃഷ്ണയ്ക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചതെന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ 38 ഓവറിൽ 234 5 എന്ന് പറയുന്ന നിലയിൽ നിന്ന് പിന്നീട് ടീമിൻ്റെ ഒരു തകർച്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം ഇപ്പോൾ കുൽദീപ് യാദവും ആ ഒരു റേഞ്ചിലേക്ക് ബോളിംഗ് പെർഫോമൻസ് വന്നു. ഇപ്പം ബ്രെവിസ് ഒന്ന് അടിച്ച് വന്നപ്പോഴത്തേക്കും വിക്കറ്റ് ഇട്ടു. അതേ ഓവറിൽ തന്നെ മാർക്കോ ജോൺസൻ്റെ വിക്കറ്റും സ്വന്തമാക്കാനായിട്ട് സാധിച്ചു. പിന്നെ ഇങ്ങനെ തുടരെ വിക്കറ്റുകൾ, ഇപ്പോൾ കുൽദീപ് ആണെങ്കിലും അതുപോലെ തന്നെ പ്രസീദ് കൃഷ്ണ ആണെങ്കിലും ഒക്കെ വിക്കറ്റുകൾ നേടുന്ന 4 വിക്കറ്റുകൾ വീതമാണ് ഇരുവരും നേടിയെടുത്തത്. അങ്ങനെ 8 വിക്കറ്റുകൾ ഇരുവരും മാത്രം സ്വന്തമാക്കി. വാലറ്റത്തിൽ ഒരു തരത്തിലെങ്കിലും മഹാരാജ ആണെന്ന് പിടിച്ചു നിൽക്കാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ ബാറ്റ്മാൻ്റെ വിക്കറ്റും കൂടി പ്രസീദ് കൃഷ്ണ വന്നെടുത്തതോടുകൂടി 47.5 ഓവറിൽ 270 റൺസിന് ഓൾ ഔട്ടായി പോകുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ നിലയിൽ ഡിക്കോക്കിൻ്റെ പെർഫോമൻസാണ് ഇമ്പ്രസീവ് ആയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ 106 റൺസ്, ബാവുമ 48 റൺസ് എടുത്തു, ബ്രിഡ്സ്കി 24 റൺസ് എടുത്തിരുന്നു, ബ്രെവിസും
29 റൺസ് എടുത്തിരുന്നു. പിന്നെ മാർക്കോ ജോൺസിൻ്റെ 17 റൺസും മഹാരാജിൻ്റെ 20 റൺസുമാണ് വളരെ ക്രൂഷ്യലായിട്ട്. ഇപ്പം ബോളിംഗ് പെർഫോമൻസ് നോക്കുമ്പോൾ ഹർഷദീപ് എഗെയിൻ നല്ലൊരു എക്കോണമി റേറ്റിൽ പന്തെറിഞ്ഞു. 8 ഓവർ എറിഞ്ഞിട്ട് 36 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. 4.5 എക്കോണമി, 1 വിക്കറ്റാണ് നേടിയെടുത്തത്. ഹർഷിദ് റാണയാണെങ്കിലും ഈ ഒരു മത്സരത്തിൽ ഭേദപ്പെട്ട നിലയിൽ തന്നെ, കാരണം 8 ഓവറിൽ 44 റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തിട്ടുള്ളത്. പ്രസീദ് കൃഷ്ണയാണ് ക്രൂഷ്യലായിട്ടുള്ള ഒരു സ്പെല്ല് എറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ എക്കോണമി 6 മുകളിൽ പോയി. അതായത് 9.5 ഓവറിൽ 66 റൺസാണ് കൊടുത്തതെങ്കിലും പക്ഷേ 4 വിക്കറ്റുകൾ, അതും ക്രൂഷ്യൽ വിക്കറ്റുകളാണ്. രവീന്ദ്ര ജഡേജ 9 ഓവറിൽ 50 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് നേടി. അതേപോലെ കുൽദീപ് യാദവ് 10 ഓവർ എറിഞ്ഞിട്ട് 41 റൺസ് മാത്രം, ഏറ്റവും കുറവ് എക്കോണമി റേറ്റ് കുൽദീപിൻ്റെയാണ്. അപ്പോൾ കുൽദീപ് 4 വിക്കറ്റും നേടി എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. തിലക് വർമ്മയ്ക്കാണ് ബോൾ കൊണ്ട് അത്രമേൽ ഒരു ഇമ്പ്രസ് ചെയ്യിക്കാൻ പറ്റാമെന്ന് നേരത്തെ പറഞ്ഞ പോലെ 3 ഓവർ എറിഞ്ഞിട്ട് 29 റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. അങ്ങനെയാണ് 270 റൺസ് എന്ന് പറയുന്ന ഒരു നിലയിൽ സൗത്ത് ആഫ്രിക്ക എത്തിയത്. 271 റൺസ് എന്ന് പറയുന്ന വിജയലക്ഷ്യമെങ്കിൽ ആദ്യം തൊട്ട് ഇപ്പം 300+ അല്ലാത്തത് കൊണ്ട് തന്നെ ആദ്യം തൊട്ടേ അങ്ങനെ അടിച്ച് കളിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല, ഒന്ന് സെറ്റിലായിട്ട് വന്നാൽ മതി. അതാണെങ്കിലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ് പെർഫോമൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പം ജയ്സ്വാളും രോഹിത് ശർമ്മയും കൂടി ഒരു നല്ല തുടക്കമാണ് കൊടുത്തത്. അതിൽ ജയ്സ്വാൾ കുറച്ചൊരു പതിഞ്ഞ താളത്തിലാണ് തുടങ്ങിയത്. രോഹിത് ശർമ്മ കുറച്ചും കൂടി സ്ട്രൈക്ക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്തെന്നുള്ള രീതിയിലാണ്. ഇപ്പം ആദ്യത്തെ 10 ഓവർ എടുത്തു കഴിഞ്ഞാൽ പക്ഷേ രോഹിത് ശർമ്മയ്ക്ക് കുറഞ്ഞ ബോൾ 22 ബോളോ മറ്റേ കിട്ടുള്ളൂ. ബാക്കി ബോളുകളൊക്കെ കളിച്ചത് ജയ്സ്വാളാണ്. പക്ഷേ ജയ്സ്വാളിൻ്റെ ആ ഒരു സമയത്ത് അത്രയും റൺസ് വന്നില്ല. 10 ഓവർ 48 റൺസാണ് വന്നത്. പക്ഷേ ഈ ഒരു മത്സരത്തെ സംബന്ധിച്ചിടത്തോളം അത് അത്ര വലിയൊരു പ്രശ്നം അല്ലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ രോഹിത്തിൻ്റെ ആ ഒരു ഹാർഡ് ഹിറ്റിംഗ് പരിപാടികൾ, ടിപ്പിക്കൽ വിൻറ്റേജ് ആ ഒരു മോഡൽ രോഹിത് ശർമ്മയെ നമ്മൾ കഴിഞ്ഞ മാച്ചസിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു സംഭവം തന്നെയാണ് നമ്മൾ രോഹിത് ശർമ്മയുടെ സൈഡിൽ നിന്ന് കണ്ടത്. 73 പന്തിൽ 75 റൺസ് എടുത്തു. അത് അദ്ദേഹത്തിൻ്റെ ഫുൾ ഷോട്ടും പരിപാടികളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ മഹാരാജൻ്റെ ഓവറിൽ അങ്ങനത്തെ ഒരു ഷോട്ട് ശ്രമം നടത്തി. പക്ഷേ മഹാരാജ ഒരു നല്ല ബോളായിരുന്നു. അത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഷോട്ടിന് ട്രൈ ചെയ്ത ഡിസിഷൻ തീർച്ചയായിട്ടും പാളിപ്പോയി. അങ്ങനെയാണ് 73 പന്തിൽ 75 റൺസ് എടുത്ത് രോഹിത് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടമാകുന്നത്. ഈ മത്സരത്തിൽ ഇപ്പം 20,000 റൺസ് കംപ്ലീറ്റ് ചെയ്തു രോഹിത് ശർമ്മ. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. ഇനി ജയ്സ്വാളിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് അദ്ദേഹം മത്സരത്തിൽ സെഞ്ചുറി നേടി. അദ്ദേഹത്തിൻ്റെ ഓടിയയിലെ ആദ്യത്തെ സെഞ്ചുറിയാണ്. അദ്ദേഹത്തെ സെഞ്ചുറിയെ പറ്റി പറയുമ്പോഴത്തേക്കും 50 എടുക്കുന്നത് 75 പന്തിലോ മറ്റോ ആണ്. അതാ പറഞ്ഞത്, കുറച്ച് ഒരു പതിഞ്ഞ താളത്തിൽ തുടങ്ങി ആ ഒരു രീതിയിലാണ് പോയത്. പക്ഷേ 111 ബോളിൽ അദ്ദേഹത്തിന് തൻ്റെ സെഞ്ചുറി പൂർത്തീകരിക്കാൻ സാധിച്ചു. അതായത് അടുത്ത 50ലേക്ക് 30 പന്തുകളൊക്കെ മാത്രമേ വേണ്ടി വന്നിരുന്നു. അതായത് അവിടെ ഒരു ഗിയർ ഷിഫ്റ്റ് പരിപാടികളൊക്കെ നടന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു മത്സരത്തിൽ വിരാട് കോഹ്ലിയുടെ പെർഫോമൻസ് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം 45 പന്തിൽ 65 റൺസാണ് എടുത്തത്. അദ്ദേഹം ഒരു ടോപ്പ് ഗിയർ പെർഫോമൻസ് തന്നെയാണ് നടത്തിയത്. കുറച്ചൊക്കെ ദേജാവ് ഫീലൊക്കെ നൽകുന്ന തരത്തിലുള്ളൊരു ബാറ്റിംഗ് ആണ്. പിന്നെ അദ്ദേഹം ഈ ഒരു സീരീസിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് 300+ റൺസ് എടുത്തു. ടൂർണമെൻറ്റിലെ ബെസ്റ്റ് പ്ലെയറായിട്ട് മാറി. ഈ മത്സരത്തിൽ കുറച്ചും കൂടെ റൺസ് സൗത്ത് ആഫ്രിക്ക എടുത്തിരുന്നെങ്കിൽ ഇന്ന് കോഹ്ലി ഫാൻസും പല ഇന്ത്യൻ ആരാധകരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. കാരണം തുടർച്ചയായുള്ള 3 മത്സരങ്ങളിൽ കോഹ്ലിക്ക് സെഞ്ചുറി നേടാൻ സാധിക്കുന്ന ഒരു കാര്യം വന്നേനെ. അവസാനത്തെ ഇപ്പം ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരം മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിരാട് കോഹ്ലി വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു ആവറേജ് 180+ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആ രീതിയിലുള്ളൊരു പെർഫോമൻസാണ് വിരാട് കോഹ്ലിയുടെ സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയേണ്ടത്, ഇപ്പോൾ ജയ്സ്വാളാണെങ്കിലും അതുപോലെ ഋതുരാജ് ഗെയ്ക്വാദ് ആണെങ്കിലും രണ്ടുപേരും പകരക്കാരുടെ റോളിലാണ് വന്നത്. ഇപ്പം ശ്രേയസ് അയ്യറും അതുപോലെ ശുഭ്മാൻ ഗില്ലിൻ്റെയും അഭാവത്തിലാണ് വന്നത്. അവർക്ക് രണ്ടുപേർക്കും ഓരോ സെഞ്ചുറികൾ, അതും അവരുടെ കന്നി സെഞ്ചുറികളാണ്. അത് നേടിയെടുക്കാൻ സാധിച്ചു. അവർ ഇതിലേക്ക് ആ ഒരു കോമ്പറ്റീഷൻ കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്കോറിൽ വരാൻ അവരും ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പുഷ് ഇവിടെ കൊടുക്കാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണെങ്കിലും 39.5 ഓവറിൽ, അതായത് 61 പന്ത് ബാക്കിയിരിക്കുമ്പോൾ തന്നെ ഇന്ത്യ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയെന്നുള്ളതാണ്. അപ്പം അവരുടെ ബോളേഴ്സിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ മാർക്കോ ജോൺസൺ 8 ഓവർ എറിഞ്ഞിട്ട് 39 റൺസേ വിട്ടുകൊടുത്തുള്ളൂ. പക്ഷേ വിക്കറ്റ് നേടാൻ പറ്റിയില്ല. എങ്കിടി ആണെങ്കിൽ 56 റൺസാണ് വിട്ടുകൊടുത്തത് 6.5 ഓവറിൽ. അത്യാവശ്യം അടി മേടിച്ചു. മഹാരാജാണ് ഒരു ഭേദപ്പെട്ട നിലയിലെങ്കിലും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 10 ഓവറിന് 44 റൺസ് വിട്ടുകൊടുത്തുള്ള 1 വിക്കറ്റും താരത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു. ബാറ്റ്മാൻ ആണെങ്കിൽ 7 ഓവർ എറിഞ്ഞിട്ട് 60 റൺസ് വിട്ടുകൊടുത്തു. എക്കോണമി റേറ്റ് 8.6 ആണ്. അതുപോലെ ബോഷ് 6 ഓവർ എറിഞ്ഞിട്ട് 53 റൺസാണ് വിട്ടുകൊടുത്തത്. അതുപോലെ മാക്രം 2 ഓവർ എറിഞ്ഞിട്ട് 17 റൺസാണ് വിട്ടുകൊടുത്തത്. എനിവേ, ടെസ്റ്റ് സീരീസ് നഷ്ടപ്പെട്ടു, പക്ഷേ ODI സീരീസ് നഷ്ടപ്പെടാൻ റെഡിയല്ല എന്ന് പറയുന്നൊരു തീരുമാനത്തിൽ അതിൽ കോഹ്ലിയുടെ പെർഫോമൻസ് വളരെ ഇമ്പ്രസീവായിരുന്നു ടൂർണമെൻറ്റിലുടനീളം. അതുപോലെ ഓരോ മത്സരത്തിലും, ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ ഋതുരാജിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ഈ മാച്ചിൽ ജയ്സ്വാളിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും പ്രസീദ് കൃഷ്ണ, കുൽദീപ് യാദവിൻ്റെ ബോളിംഗ് പ്രകടനം, അപ്പം എസ്പെഷ്യലി പ്രസീദൊക്കെ ലാസ്റ്റ് മാച്ചിലുള്ള പെർഫോമൻസിൽ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടതാണ്. പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു
ക്രൂഷ്യൽ വിക്കറ്റുകൾ നേടാൻ സാധിച്ചതുമൊക്കെ ഈ ഒരു മാച്ചിൻ്റെ ഒരു പോസിറ്റീവ് ഘടകമായിട്ട് മാറി എന്നുള്ളതാണ്. പിന്നെ ആകെ 3 പേരെ ഇന്ന് ബാറ്റ് ചെയ്തിട്ടുള്ളൂ. തിലക് വർമ്മയ്ക്ക് ബാറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയില്ല. അത് വേറെ ഇനിയും അദ്ദേഹത്തിന് ആ ഒരു അടുത്ത ഒരു ODI സീരീസിൽ ഒരു മാച്ചസ് അല്ലെങ്കിൽ ഒരു ഇന്നിങ്സ് കളിക്കാനൊക്കെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ ഒരു പാർട്ട് ടൈം ബോളർ എന്ന നിലയിൽ കൂടി ഇങ്ങനെ ഒരു രീതി ആയിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂടുതൽ ഓൾറൗണ്ടേഴ്സിനെ കൊണ്ട് കുത്തി നിറയ്ക്കുന്നതിനേക്കാൾ ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻ തന്നെ ഉള്ളതാണ് ഏറ്റവും നല്ല ഡിസിഷൻ എന്നുള്ളതാണ് എൻ്റെയും പേഴ്സണലായിട്ടുള്ളൊരു ആഗ്രഹം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും കമന്റ് സെക്ഷൻ.